Good morning, my dear children. Welcome to our English grammar class. Today we are going to study about prepositions. What is a preposition? എന്താണ് preposition എന്നുള്ളത്? Preposition connects a noun or pronoun to the other words in a sentence. Preposition is a word. It connects a noun or pronoun to other words in a sentence. Preposition എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ്. അത് ഒരു സെന്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ മറ്റ് വേർഡുകളായിട്ട് കണക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ: ഇൻ, ഓൺ, അണ്ടർ, ഓഫ്, അറ്റ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എക്സാമ്പിൾ ആണ് ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ ഉള്ളത്. എക്സാമ്പിൾ: ഓൺ ദ ടേബിൾ, ഓൺ ഈസ് എ പ്രിപ്പോസിഷൻ. Under the table, under preposition. In the box, about me, with my uncle, with a pen, of a pen. These underlined words are the examples of preposition. ഈ underlined wordsകള് preposition എക്സാമ്പിളുകളാണ്. നമ്മളൊരു സെന്റൻസിൽ പ്രിപ്പോസിഷനൊക്കെ കണ്ടിട്ടുണ്ട്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ അതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് കമ്പൈൻ ചെയ്യുക, കൂട്ടിച്ചേർക്കാണ്, കണക്ട് ചെയ്യാണ്. ഒരു മീനിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി കണക്ട് ചെയ്യാണ് എന്ത് പ്രിപ്പോസിഷൻ ചെയ്യുന്നത്. ഇനി ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സിമ്പിൾ പ്രിപ്പോസിഷൻ. സിമ്പിൾ പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ പ്രിപ്പോസിഷൻ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന്. ഇൻ, ഓൺ, അറ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ദീസ് ആർ ദി പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. സമയത്തെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണ് ഇൻ, ഓൺ, അറ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോറും ആഫ്റ്ററും ഇന്നും ഓണും അറ്റൊക്കെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് എപ്പോൾ എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. I was born on July 4th, 1982. I was born on July 4th, 1982. On is a preposition in the sentence. On is used before date. On ടൈമിനെ സൂചിപ്പിക്കുന്ന സമയത്ത് ഡേറ്റിന് മുന്നിലാണ് ഓൺ യൂസ് ചെയ്യുക. ഓൺ എപ്പോഴും ഡേറ്റിന്റെ മുന്നിലാണ് ഓൺ യൂസ് ചെയ്യുക. I was born in 1982. I was born in 1982. The preposition in is used before year. ഇയറിന്റെ മുന്നിൽ ഇന്നാണ് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഡേറ്റിന്റെ മുന്നിൽ ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. I was born at exactly 2 a.m. I was born at exactly 2 a.m. കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്തെങ്കിലും പറയുമ്പോൾ അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ടൈമിന്റെ മുന്നിലെ അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് എപ്പോഴും യൂസ് ചെയ്യുക. അറ്റ്, ടൈമിന്റെ മുന്നിൽ അറ്റാണ് ഉപയോഗിക്കുക. ഐ വാസ് ബോൺ ആഫ്റ്റർ ദ ഗ്രേറ്റ് വാർ എൻഡഡ്. ഐ വാസ് ബോൺ ആഫ്റ്റർ ശേഷം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഐ വാസ് ബോൺ 2 minutes ബിഫോർ മൈ ട്വിൻ ബ്രദർ. ബിഫോർ മുമ്പ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബിഫോർ എന്നാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻ. Next, preposition of place. Preposition of place. On, in, at. These are the preposition of place. The cat is on the table. Cat is on the table. On മുകളിൽ. നേരത്തെ പറഞ്ഞു ഡേറ്റിന് മുന്നേ ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അത് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ, സമയം കാണിക്കുമ്പോൾ ഡേറ്റിന് മുന്നേ ഓൺ ആണ് ഉപയോഗിക്കുക. പിന്നെ ഓൺ എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം സൂചിപ്പിക്കുമ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. The dogs are in the kennel. Dogs are in the kennel. The dogs are in the kennel. In is a preposition. In എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഉള്ളിലാണ് എന്നുള്ളത്. We will meet at the airport. We will meet at the airport. പ്ലേസിന്റെ മുന്നിൽ അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അറ്റ് എപ്പോഴും പ്ലേസിന്റെ മുന്നിലാണ് അറ്റ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. Lots of other preposition of place such as under, over, inside, outside, above and below. നമ്മൾ പറഞ്ഞു പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓൺ, ഇൻ, അറ്റ് എന്നാണ്. അത് കൂടാതെ കുറെ പ്രിപ്പോസിഷൻ ഉണ്ട് പ്ലേസിനെ സൂചിപ്പിക്കുന്ന. അണ്ടർ അടിയിൽ, ഓവർ എന്ന് പറഞ്ഞാൽ കുറുകെ, ഇൻസൈഡ് ഉള്ളിൽ, ഔട്ട്സൈഡ് പുറത്ത്, എബവ് മുകളിൽ,
ആൻഡ് ബിലോ താഴെ. ഇതൊക്കെ എന്താണ്? പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് സെന്റൻസ് വായിച്ചു നോക്കിയാൽ അറിയാം. ഇതും എന്താണ്? പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ്. നമുക്ക് അതല്ലാണ്ട് കുറച്ച് സാധാരണ യൂസ് ചെയ്യണം. നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻ പഠിക്കാം. അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പഠിക്കാം. ഓഫ് ഈസ് എ പ്രിപ്പോസിഷൻ എക്സ്പ്രസ് ദ റിലേഷൻ ഓഫ് എ പാർട്ട് ഓഫ് സംതിങ് ടു ഇറ്റ്സ് ഓൾ. ഓഫ് ഈസ് യൂസ്ഡ് ഫോർ ടു എക്സ്പ്രസ് ദ റിലേഷൻ ഓഫ് സംതിങ് പാർട്ട് ഓഫ് സംതിങ് ടു ഓൾ. ഒരു സെന്റൻസിലെ ഒരു ഭാഗത്തിന് മറ്റേ ഭാഗത്തിന്റെ റിലേഷൻ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുക? ഓഫ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ബോയ് ഓഫ് 15. ഓഫ് ഈസ് യൂസ്ഡ് കണക്ടിങ് ഫസ്റ്റ് പാർട്ട് ഓഫ് സെന്റൻസ് ടു ദ ലാസ്റ്റ് പാർട്ട്. ഹി ഈസ് എ ബോയ്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 15 ഇയർ. അത് കാണിക്കാനാണ് ഓഫ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. മോസ്റ്റ് ഓഫ് ദ ഗസ്റ്റ് ആർ ഗോൺ. ഗസ്റ്റ് ആർ ഗോൺ. അതിഥികളൊക്കെ പോയി കഴിഞ്ഞു. ഇത് മോസ്റ്റ് ഓഫ് ദ ഗസ്റ്റ്, മോസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓഫ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, എബൌട്ട്. ഓൺ ദ സബ്ജക്ട് ഓർ സംതിങ് ഓർ കൺസേണിങ് ഓർ സംതിങ് ഓർ സംവൺ. സബ്ജക്ട് ഓർ സംതിങ് എന്തിനെങ്കിലും പറ്റിയിട്ട്, ഏതെങ്കിലും വിഷയത്തെ പറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ദിസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. ഇത് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ലേഖനമാണ്. ഐ വാസ് അബൌട്ട് ടു ലീവ്. ഞാൻ പോവുകയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അബൌട്ട് യൂസ് ചെയ്യുക. വിത്ത് ഈസ് അനദർ പ്രിപ്പോസിഷൻ അക്കമ്പനീഡ് ബൈ സംതിങ് ഓർ സമ്മൺ. വിത്ത് യൂസ് ചെയ്യുക എന്താണ്? അക്കമ്പനീഡ്, കൂടെ എന്ന് കാണിക്കാൻ വേണ്ടി, എന്തിൻ്റെങ്കിലും കൂടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഹി ഈസ് പ്ലേയിങ് വിത്ത് ഹിസ് സിസ്റ്റേഴ്സ്. അവൻ സിസ്റ്റേഴ്സിന്റെ കൂടെയാണ് പ്ലേ ചെയ്യുന്നത്. ഹി ഈസ് റൈറ്റിംഗ് വിത്ത് ഹിസ് പെൻ. അവന്റെ പെൻ ഉപയോഗിച്ചാണ് അവൻ എഴുതുന്നത്. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. വിത്ത് കൂടെ അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബൈ ഈസ് an another preposition. By as a means of something or someone. As a means of something or someone. ഒരു ഏജന്റ്, ആരാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. The letter was written by him. The letter was written by him. എഴുതിയത് അവനാണ്. ഓഫ് മെയിൻലി യൂസ് ഓഫ് പൊസസീവ്. ഓഫ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ടീച്ചർ നേരത്തെ പറഞ്ഞു. അത് എന്താണ്? ഒരു ഭാഗം മറ്റേ ഭാഗത്തിനുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് ഓഫ് യൂസ് ചെയ്യുന്നത്. പൊസസീവ്നെസ്, എൻ്റെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ, ഞാൻ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും ഓഫ് ഉപയോഗിക്കും. ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. എൻ്റെ ഫ്രണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. From is generally used to express that something originates from something else, that something come from somewhere or some person. From എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ജനറലി യൂസ് ടു എക്സ്പ്രസ് സംതിങ് ഒറിജിനേറ്റ്. എവിടെ നിന്നാണ് തുടങ്ങണത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ്, അത് കാണിക്കാൻ വേണ്ടി ഫ്രം യൂസ് ചെയ്യുക. ജാക്സ് comes from പോർട്ട്ലാൻഡ്. ജാക്സ് പോർട്ട്ലാൻഡിൽ നിന്നാണ് വരുന്നത്. ദിസ് ഫോർമുല ഡിറൈവ്സ് ഫ്രം ദ വർക്ക്സ് ഓഫ് പീറ്റർ സ്കിമ്മൽ. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനേഷൻ, ഒരു എവിടെ നിന്നാണ് തുടക്കം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രം എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇത്ര പഠിച്ചാൽ മതി. ഇത്രയും പ്രിപ്പോസിഷൻസ് ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിക്കുക. ഇതിപ്പോ ഒരു ക്ലാസ് കണ്ടുകൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഇത് ടെക്സ്റ്റൊക്കെ ഒരുപാട് വായിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് വരുള്ളൂ. ചിലതൊക്കെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് പഠിക്കാം. ഇന്ന്, ഓൺ, അണ്ടർ, അതുപോലെ ടൈമിന്റെ മുന്നിൽ ഏതാണ്, ഡേറ്റ് വന്നാൽ ഏതാണ്, ഇയറിന്റെ മുന്നിൽ ഏതാണ്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇന്ന്, ഓൺ, അണ്ടറൊക്കെ സിറ്റുവേഷൻ ഉപയോഗിച്ച് പഠിക്കാം. ഒരുപാട് യൂസ് ചെയ്താൽ മാത്രമേ പ്രിപ്പോസിഷൻ നന്നായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ഓഫ് യു റീഡ് ദ ടെക്സ്റ്റ്. നന്നായി ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ, ഈ പ്രിപ്പോസിഷന്റെ ക്ലാസ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.